നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു. എല്ലാവരും അയൽക്കാരെയൊക്കെ സ്നേഹിച്ച് സുഖമായിട്ട് ക്രിസ്തുദേവൻ പറഞ്ഞ പോലെയൊക്കെ ജീവിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഏറ്റവും പുതിയ മഹീന്ദ്ര ബൊലേറോ നിയോ ആണ്. ഈ നിയോ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ന്യൂ എന്നാണല്ലോ. എന്ന് പറഞ്ഞാൽ മഹീന്ദ്ര ബൊലേറോയുടെ ന്യൂ വേർഷൻ എന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മഹീന്ദ്ര ബൊലേറോ വന്നിട്ട് വളരെ വർഷങ്ങളായെങ്കിലും ഈ ഒരു വാഹനം നിയോ എന്ന ഏറ്റവും പുതിയ വേരിയൻറ്റ് വന്നിട്ട് 4 വർഷമേ ആയുള്ളൂ. പക്ഷേ 4 വർഷം കൊണ്ട് തന്നെ ഇഷ്ടംപോലെ യൂണിറ്റുകൾ വിറ്റു. മൊത്തത്തിൽ മഹീന്ദ്ര ബൊലേറോയും നിയോയും കൂടി 17 ലക്ഷം യൂണിറ്റുകളാണ് വിറ്റത്. എന്താണ് ബൊലേറോയും അതുപോലെ നിയോയും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട വ്യത്യാസം ബൊലേറോയുടെ ഒരു പരിഷ്കൃത രൂപമാണ് നിയോ എന്നുള്ള കാര്യമാണ്. അതായത് കുറച്ചൊരു മോഡേൺ ആയിട്ടുള്ള രൂപം എന്ന് തന്നെയുമല്ല, ഇതിലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇതിന് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ ആണെന്നുള്ള കാര്യമാണ്. ബൊലേറോയ്ക്ക് അങ്ങനെയല്ല. ബൊലേറോയ്ക്ക് ലീവ് സ്പ്രിംഗ് ആണെങ്കിൽ ഇതിൽ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ് വന്നിരിക്കുന്നത്. എന്ന് തന്നെയല്ല, ഇപ്പോൾ ഏറ്റവും പുതിയ നിയോ വന്നപ്പോൾ അതിൽ വീണ്ടും സസ്പെൻഷനിൽ മാറ്റം വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി നമുക്ക് പറയാവുന്നതാണ്. എന്തായാലും അങ്ങനെ ആധുനികമായ ബൊലേറോ എന്നാണ് നിയോയെ വിളിക്കാവുന്നത്. ബൊലേറോയുടെ കാര്യത്തിൽ കുറേയൊക്കെ ഒരു പ്രിമിറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് പ്രാകൃതമായ കാര്യങ്ങൾ ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ നിയോയുടെ കാര്യത്തിൽ നിയോ അങ്ങനെയല്ല, വളരെ മോഡേൺ ആണ്. 4 വർഷങ്ങൾക്ക് മുമ്പ് ഈ വാഹനം വരുമ്പോൾ ഇതിന് തൊട്ട് മുമ്പ് ഒരു മുൻഗാമി ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് TUV 300 എന്നാണ്. അത് ഈ പറഞ്ഞ പോലെ ബൊലേറോയുടെ പോലെ തന്നെ ഒരല്പം ഒരു പ്രാകൃതാവസ്ഥയിലായിരുന്നെങ്കിൽ അവനെ ഒന്ന് ഉടച്ചു വാർത്ത് എന്ന് തന്നെയല്ല. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത്, പിനിൻഫാരിന എന്നൊരു ഡിസൈൻ സ്റ്റുഡിയോയെ മഹീന്ദ്ര ഏറ്റെടുത്തിരുന്നു. ഇറ്റലിയിലെ വളരെ പ്രശസ്തമായ ഡിസൈൻ സ്റ്റുഡിയോ ആണ് അത്. ഫെരാരിയൊക്കെ പോലെയുള്ള വമ്പൻ കമ്പനികളുടെയൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന കമ്പനിയാണ്. ആ കമ്പനിയെ മഹീന്ദ്ര വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് ഇൻറ്റീരിയർ പിനിൻഫാരിനെ കൂടി ചെയ്യിച്ചത് ഈ ഒരു വാഹനത്തിനാണ്. എന്ന് വെച്ചപ്പോൾ ഫെരാരിയുടെ ഇൻറ്റീരിയർ ഒന്നും പ്രതീക്ഷിക്കരുത്. എങ്കിൽ പോലും കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഇൻറ്റീരിയറൊക്കെ അന്ന് ഈ വാഹനത്തിന് കൊണ്ടുവരികയും ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ബൊലേറോ നിയോയുടെ ഏറ്റവും പുതിയ രൂപമാണ് നമ്മളിപ്പോൾ കണ്ടത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ബൊലേറോയുടെ പുതിയ രൂപം കണ്ടിരുന്നു. ബൊലേറോയുടെ പുതിയ രൂപത്തിൽ വലിയ മാറ്റങ്ങൾ നമ്മൾ കണ്ടില്ലെങ്കിൽ ഇതിൽ കുറച്ചുകൂടെയൊക്കെ മാറ്റങ്ങൾ എന്നേ പറയാനുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ 2-3 വീഡിയോകളിലായിട്ട് ഞാൻ എൻ്റെ കാലിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട് ചില മെസ്സേജൊക്കെ വരുന്നുണ്ടായിരുന്നു. ചെരുപ്പിട്ടുകൊണ്ടൊക്കെ അവതരിപ്പിക്കുന്നു. അതായത് നമ്മുടെ ഈവൻ ഡിഫൻഡറിൻ്റെ പോലും വീഡിയോ ചെരുപ്പിട്ട് അവതരിപ്പിച്ച ലോകത്തിലെ ഒരേ ഒരു യൂട്യൂബർ ഞാനായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം ഡിഫൻഡറൊക്കെ ഇടുമ്പോൾ എല്ലാവരും സൺഗ്ലാസൊക്കെ വെച്ച് ഷൂ ഒക്കെ ഇടുമായിരുന്നെങ്കിൽ ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. കാരണം ഞാൻ അടുത്ത കാലത്ത് ഒരു അമേരിക്കൻ ട്രിപ്പിലായിരുന്നു. അവിടെ വെച്ച് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഒരു ഫ്ലാസ്ക്, അതായത് ഒരു സ്റ്റീൽ ഫ്ലാസ്ക് വെള്ളത്തോടു കൂടി നേരെ വന്ന് കാലിലേക്ക് വീണു. 2ാമത്തെ വിരലങ്ങ് പൊട്ടി മീൻസ് നല്ലൊരു ഫ്രാക്ചർ ഉണ്ട്. പക്ഷേ അതിനുശേഷം ഞാൻ 25 ദിവസത്തോളം സൗത്ത് അമേരിക്കൻ യാത്രയിലായിരുന്നുകൊണ്ട് ഒന്നും ചെയ്യാതെ അങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അത് ആകെപ്പാടെ ചളകുളമായി തിരിച്ചിവിടെ വന്നിട്ട് എക്സ്റേ എടുത്തപ്പോഴാണ് വലിയൊരു ഫ്രാക്ചർ ഉണ്ടെന്ന് കണ്ടത്. അപ്പം 2-3 ആഴ്ചത്തേക്ക് ഇങ്ങനെ കെട്ടി വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഷൂ ഇടാൻ പറ്റുന്നില്ല എന്ന് അറിയിച്ചുകൊള്ളട്ടെ. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ ഒന്നുകൂടെ നേർന്നുകൊണ്ട് നമുക്ക് ബൊലേറോ നിയോയെ ഒന്ന് അടുത്ത് കാണാം. ഏറ്റവും പുതിയ മഹീന്ദ്ര ബൊലേറോ നിയോയ്ക്ക് 5 വേരിയൻസ് ആണുള്ളത്. ഇത്രയും കാലം 4 വേരിയൻസ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 5 എണ്ണമായി. 5ാമത്തത് ടോപ്പ് എൻഡ് വേരിയൻ്റാണ്. N11 എന്ന് പറയുന്ന വേരിയൻ്റാണ്. ഇത്രയും കാലം N10 വരെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് N11 എന്ന വേരിയൻ്റാണ്. ഇത് കേരളത്തിലെ ആദ്യത്തെ മഹീന്ദ്ര ബൊലേറോ നിയോയാണ്. അതൊരു ഓണർ വാങ്ങിച്ചത് ആദ്യമായിട്ട്. എൻ്റെ സുഹൃത്ത് ശ്രീനുവിൻ്റെ വാഹനമാണിത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഒരു നിറമെന്ന് പറയുന്നത് N11 എന്ന് പറയുന്ന വേരിയൻറ്റിൽ മാത്രമേ ഉള്ളൂ. ഈ ഒരു ജീൻസ് ബ്ലൂ എന്ന് പറയുന്നത്. കൂടാതെ ഒരു പുതിയ ഗ്രേ വന്നിട്ടുണ്ട്. അതും N11 എന്ന വേരിയൻറ്റിൽ മാത്രമേ ഉള്ളൂ. ബാക്കി വേരിയൻസിലൊന്നും ഈ ഒരു നിറം ലഭ്യമല്ല. എന്ന് തന്നെയല്ല, ഇതിപ്പോൾ ഡ്യുവൽ ടോൺ അല്ല, പക്ഷേ ഡ്യുവൽ ടോൺ വേരിയൻസും ഉള്ളത് N11 മാത്രമാണ്. ആ ഒരു വ്യത്യാസം ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. മുൻഭാഗം കുറച്ചുകൂടി ഭംഗിയുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കങ്ങനെ തന്നെയാണ് തോന്നിയത്. അതിന് കാരണം പുതിയ ഗ്രില്ല്, അതുപോലെ തന്നെ പുതിയ എയർ ഡാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഇപ്പോൾ കാണുന്നത് നിങ്ങൾ ഹൊറിസോണ്ടലായിട്ടുള്ള സ്ലാറ്റുകളാണ്. നേരത്തെ വെർട്ടിക്കൽ സ്ലാറ്റുകളായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഉൾഭാഗത്തുണ്ടായിരുന്ന ഹണികോമ്പ് മെഷ് ഗ്രില്ലായിരുന്നെങ്കിൽ അതൊക്കെ എടുത്ത് കളഞ്ഞു. അതൊക്കെ ഇത്തിരി പ്രാകൃതമാണ്. അത് തന്നെ ഇപ്പം ബൊലേറോയിൽ നിലനിർത്തിയിട്ടുണ്ടെന്നുള്ള വേറെ കാര്യം. അപ്പോൾ അങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് ആ ഹണികോമ്പിന് പകരം ഇവിടെ എല്ലാം നല്ല ഭംഗിയുള്ള സ്റ്റീൽ ഇൻസേർട്ടുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ഫിനിഷ്, പിയാനോ ബ്ലാക്ക് ഫിനിഷും ഈ ഒരു സ്റ്റീൽ ഫിനിഷും കൂടി വന്നപ്പോഴത്തേക്ക് അത് നല്ല ഭംഗിയായി. നടുവിൽ ഏറ്റവും പുതിയ ലോഗോ വന്നിരിക്കുന്നു. താഴേക്ക് വരുമ്പോൾ ഇവിടെയും ഹണികോം ഗ്രില്ലൊക്കെ ആണെങ്കിൽ അതെടുത്ത് കളഞ്ഞിട്ട് ഈ സെയിം സംഭവം തന്നെ, അതായത് പിയാനോ ബ്ലാക്ക് ഫിനിഷും സ്റ്റീൽ ഫിനിഷും കൂടെ അവിടെ വന്നിരിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ആ ഒരു ഭാഗം വളരെ ഗംഭീരമായി നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ബൊലേറോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രധാനമായിട്ടും പറയുന്നത് ഈ ഹണികോമ്പ് മെഷ് എടുത്ത് കളഞ്ഞു എന്നുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള ലുക്ക് ഇതിന് വന്നിട്ടുണ്ട്. ഏറ്റവും താഴത്തെ ഭാഗത്തിലൊക്കെ പാടെ
മാറ്റം വന്നിട്ടുണ്ട്. ഈ ഒരു ഏറ്റവും ലോവർ ഭാഗത്തിനൊക്കെ പാടെ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഹാലജൻ ഹെഡ്ലാമ്പൊക്കെ നിലനിർത്തിയിട്ടുണ്ട്. അതിനെന്താണ് കാരണം എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ടോപ്പ് എൻഡ് മോഡൽ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മോഡലിന് പോലും 10 ലക്ഷം രൂപ എക്സ്ഷോറൂം വിലയുള്ളൂ എന്നുള്ള ഞെട്ടിക്കുന്ന കാര്യം. 7 രൂപ സഞ്ചരിക്കാവുന്ന അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഈ വാഹനത്തിന് 10 ലക്ഷം രൂപ എക്സ്ഷോറൂം വിലയുള്ളൂ. അതുകൊണ്ടാണ് LED-യിലേക്കൊന്നും പോകാതെ ഈ ഒരു ഹാലജൻ പോലുള്ള കാര്യങ്ങൾ നിലനിർത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അപ്ഗ്രേഡ് ചെയ്ത് LED ആക്കാം എന്നുള്ളതാണ് കമ്പനി ഉദ്ദേശിക്കുന്നത് തോന്നുന്നു. എന്തായാലും ഈ ഒരു ഭാഗത്തെ കട്ടുകളൊക്കെ നല്ല ഭംഗിയാണ്, ക്രീസുകളൊക്കെ നല്ല ഭംഗി. ഇവിടെ വരുമ്പോഴത്തേക്കും വീണ്ടും ഒരു ഹാലജൻ ഫോഗ് ലാമ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പം മുൻഭാഗത്ത് ബ്ലാക്കും അതുപോലെ തന്നെ സ്റ്റീൽ ഫിനിഷും വീണ്ടും താഴെ ഒരു ബ്ലാക്കും എല്ലാം കൂടി നല്ല ഭംഗിയായിട്ടുണ്ട്. തീർച്ചയായിട്ടും മുൻഭാഗം ഗംഭീരം എന്ന് തന്നെയാണ് പറയേണ്ടത്. വശക്കാഴ്ചയിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്റ്റീൽ ഫിനിഷ് ആയിരുന്നു ഈ അലോയ് വീലിനുണ്ടായിരുന്നെങ്കിൽ അത് ബ്ലാക്ക് ഫിനിഷായി. ആ ബ്ലാക്ക് ഫിനിഷ് നന്നായിട്ട് ഈ നിറത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭംഗി കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഡിസൈൻ രീതികളും ഒക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്, കൊള്ളാം, രസമായിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലുള്ള ഇൻഡിക്കേറ്റർ എന്നൊക്കെ പറയുന്ന പഴയ രീതികളുണ്ടല്ലോ. ഇവിടെ എന്തോ കാക്കകളുടെ ബഹളം, കാക്കകളും പ്രാവുകളും തമ്മിലുള്ള മത്സരമാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ തരത്തിലുള്ള ഈ ഒരു ടേൺ ഇൻഡിക്കേറ്ററൊക്കെ പഴയ രീതിയാണ്, അതൊക്കെ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ക്ലാഡിംഗ് ഉണ്ട്. അത് ഈ നിറമായതുകൊണ്ട് അധികം കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ നിറം ആ ഒരു ക്ലാഡിംഗ് അങ്ങ് ബാക്കിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ ഒരു ഫുഡ് സ്റ്റെപ്പ് ഉണ്ട്, അതിനും ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നു. വാഹനത്തിൻ്റെ അതേ നിറം തന്നെയാണ് സൈഡ് വ്യൂ മിററിൻ്റെ മേൽഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. താഴെ ഒരു ക്ലാഡിങ്ങിൻ്റെ ഭാഗം തുടരുന്നുണ്ട്. അതുപോലെ ഇവിടെയുമുണ്ട് ഒരു ക്ലാഡിങ്. അതൊക്കെ ഈ നീല നിറത്തിൽ മുങ്ങിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. ആ ക്ലാഡിങ്ങിൻ്റെ തുടർച്ച പോലെയാണ് ഇവിടെ ഈ ഒരു ഡോർ ഹാൻഡിൽ. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. അത് അതിനോട് ചേർന്ന് ഇഴുകിച്ചേർന്ന് നിൽക്കുന്നു എന്നാണ് പറയേണ്ടത്. മേൽഭാഗത്ത് ഒരു ഗ്രാബ് റെയിലുണ്ട്, അതിന് സ്റ്റീൽ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഈ ഒരു വശക്കാഴ്ചയിൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഗ്ലാസ് ഏരിയ ഉണ്ടെന്നുള്ള കാര്യം. തീർച്ചയായിട്ടും ഉൾഭാഗം വളരെ പ്ലസൻ്റാണ്. അതിന് കാരണം ഈ ഒരു ഗ്ലാസ് ഏരിയ തന്നെയാണ്. അത് നല്ല ഭംഗിയായിട്ട് രസമുള്ളൊരു ഡിസൈനാണ്. അങ്ങനെ വലിയൊരു സംഭവമൊന്നുമില്ല, പണ്ട് കുട്ടികളൊക്കെ വരയ്ക്കുന്ന പോലത്തെ ഒരു വാഹനത്തിൻ്റെ ഡിസൈനാണിത്. പക്ഷേ എന്നാൽ പോലും അതിനൊരു ഭംഗി നിലനിർത്തിയിട്ടുണ്ട്. തേർഡ് റോ സീറ്റ് കൂടി ഉള്ളൊരു വാഹനമാണിത്. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്തിരിക്കുന്ന തേർഡ് റോ സീറ്റ്. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ വിശാലമായ ഒരു ഗ്ലാസ് ഏരിയ കൊടുത്തിരിക്കുന്നു. ഈ ഗ്ലാസ് വേണമെങ്കിൽ അല്പം തുറന്നു വയ്ക്കുകയും ചെയ്യാം, AC ഒന്ന് ഓണാക്കുന്നില്ലെങ്കിൽ. അങ്ങനെ നടന്ന് നമ്മൾ പിൻഭാഗത്തേക്ക് വരുമ്പോൾ പിൻഭാഗത്തും ഒരു സാധാ മട്ടിലുള്ള ഒരു ടെയിൽ ലാമ്പ് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ഒരു ക്ലിയർ ലെൻസ് ഹെഡ് ലാമ്പ്, ഒരു ടെയിൽ ലാമ്പ് കൊടുത്തിരിക്കുന്നു. ഇതാണ് N11 എന്ന് പറയുന്ന പുതിയ വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ബൊലേറോയുടെ ആ ഒരു ബാഡ്ജിങ്ങോട് കൂടിയ സ്പെയർ വീലിൻ്റെ ഒരു കവർ കൊടുത്തിരിക്കുന്നു. അത് നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ഡിസൈൻ രീതി നല്ല രസമുണ്ട്. ഇതൊക്കെ മിക്കവാറും പിൻഫാറിന് ചെയ്ത് കൊടുത്തായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ ബൊലേറോ എന്നുള്ള ബാഡ്ജിങ് പിയാനോ ബ്ലാക്ക് ഫിനിഷിലും ഇത് സ്റ്റീൽ ഫിനിഷിലുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബൊലേറോ നിയോ എന്നുള്ള ബാഡ്ജിങ് കാര്യമായ രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഡീഫോഗറുണ്ട്, വൈപ്പറുണ്ട്, പിന്നെ ഒരു ഹൈ മൗണ്ടഡ് ഒരു സ്റ്റോപ്പ് ലാമ്പ്, പിന്നെ ഒരു ചെറിയ ഒരു ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ അതും കൊടുത്തിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് പറയേണ്ടത്. നമ്മൾ വീൽ സൈസ് പറയാൻ വിട്ടുപോയല്ലോ. 16 ഇഞ്ച് ടയറാണ് ഈ ഒരു ടോപ്പ് എൻഡ് മോഡലിൽ കൊടുത്തിരിക്കുന്നത്, പറയാൻ വിട്ടുപോയി. എന്തായാലും ഈ ഭാഗത്തൊക്കെ ഏറ്റവും താഴെയുള്ള ഈ ഭാഗത്ത് വളരെ ചെറിയൊരു ഡിസൈൻ ചേഞ്ച് വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്, ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നത്, ഈ വാഹനത്തിന് റിവേഴ്സ് ക്യാമറ വന്നിട്ടുണ്ട്. ഇപ്പോൾ റിവേഴ്സ് ക്യാമറ വന്നിട്ടുണ്ട്. അതൊരു പുതുമയായിട്ട് പറയുന്ന കാര്യമാണ്. കൂടാതെ സെൻസേഴ്സ് നമുക്കിവിടെ കാണുകയും ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് തേർഡ് റോ സീറ്റ് തുറന്ന് കാണുകയാണെങ്കിൽ തേർഡ് റോ സീറ്റിൽ ഇത്രയും ആണ് സ്പേസ്. 2 പേർക്ക് മുഖാമുഖം ഇരുന്ന് സംസാരിച്ചൊക്കെ പോകാൻ പറ്റും. തൈ സപ്പോർട്ട് കുറവാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. കുട്ടികൾക്കാണ് അധികം ഇരിക്കാൻ പറ്റുന്നതെങ്കിൽ പോലും മുതിർന്നവർക്ക് ഇരിക്കാവുന്നൊരു സ്പേസ് അവിടെയുണ്ട്. ഈ ഒരു സീറ്റിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഇവിടുത്തെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് അല്പം താന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു തൈ സപ്പോർട്ട് കുറവായിരിക്കും എന്നുള്ള കാര്യമുള്ളൂ. എങ്കിൽ പോലും ക്രാംഡായിട്ടുള്ള ഫീല് തോന്നില്ല. കാരണം 2 ഗ്ലാസ് ഏരിയയും ഇവിടെ ഈ ഒരു ഗ്ലാസ് ഏരിയയും ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ക്രാംഡ് ഫീല് തോന്നാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഇത്രയുമാണ് ഈ വാഹനത്തിൻ്റെ ഡിസൈൻ രീതിയെപ്പറ്റി പറയാവുന്നത്. എന്തായാലും മടുക്കാത്ത ഡിസൈൻ എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാം. ബൊലേറോയുടെ കാര്യത്തിൽ അത് തന്നെയാണ് പറയാനുള്ളത്. ബൊലേറോയുടെ കാര്യത്തിൽ ബൊലേറോ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ വളരെ ചെറിയ മാറ്റങ്ങൾ ഉള്ളെങ്കിൽ പോലും നമുക്ക് ബൊലേറോ കണ്ട് മടുക്കുന്നില്ല. നിയോയുടെ കാര്യത്തിൽ അത് തന്നെയാണ് പറയേണ്ടത്. പക്ഷേ ഇതിൻ്റെ മുൻഗാമിയെന്ന് വിളിക്കാവുന്ന TUV300 എനിക്ക് അത്ര ഇഷ്ടമെന്നുള്ള കാര്യമായിരുന്നില്ല, ഇഷ്ടമുള്ള വാഹനമായിരുന്നില്ലെങ്കിൽ ഇത് കുറച്ചുകൂടി മോഡേൺ, അതുകൊണ്ട് കുറച്ചുകൂടി ഭംഗിയുണ്ട് കാണാൻ. ഇൻറ്റീരിയറിൽ കാര്യമായ മാറ്റങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. കമൺ ബോയ്സ്. ലക്ഷം രൂപ മാത്രം എക്സ്ഷോറൂമുള്ളൊരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറാണ് ഇത് എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാനേ പറ്റില്ല. അമ്മാതിരി ഇൻറ്റീരിയറാണ്, നല്ല രസമായിട്ടുണ്ട്. ഞാൻ പറയാം, പിൻഫയറിന് ചെയ്ത് കൊടുത്ത ഇൻറ്റീരിയറാണ്. പിൻഫയറിന് വളരെ ചിലവ് കുറച്ച് നല്ല ഭംഗിയായിട്ടാണ് ഇൻറ്റീരിയറിൻ്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അത് അമേസിംഗ് ആണെന്നാണ് പറയേണ്ടത്, പ്രത്യേകിച്ച് ഈ ഒരു വിലയുള്ള വാഹനത്തിൽ.
എന്താണ് പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ഇത്തവണ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ N11 എന്ന് പറയുന്ന വേരിയൻറ്റിൽ ഇതാ ഈ ഒരു നിറമാണ് ഇപ്പോൾ, ഈ ഒരു നിറവും ബ്ലാക്കും, ഇത് രണ്ടുമാണ് ഇപ്പോൾ ഇൻറ്റീരിയറിൽ വന്നിരിക്കുന്നത്. പക്ഷേ കുറച്ചൊരു ബ്രൗണിഷ് ആയിട്ടുള്ള നിറമാണ് മറ്റ് വേരിയൻസിൽ. എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചൊരു ബ്രൈറ്റ് ആയിട്ടുള്ളത്. ബ്രൗണിഷ് ഇൻറ്റീരിയർ കുറച്ചൊരു ഡാർക്ക് ഫീൽ ഉൾഭാഗത്ത് കയറുമ്പോൾ തോന്നിയേക്കാം. പക്ഷേ ഇത് നല്ല പ്ലസൻ്റ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെയും ബ്ലാക്ക്, ഇവിടെ ഈ ഒരു ബീജ് വീണ്ടും ബ്ലാക്ക്, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. AC വെൻറ്റുകളും കൺട്രോളുകളൊക്കെ വളരെ നിലവാരമുള്ളതാണ്. ഈ ഒരു വിലയുള്ള വാഹനത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മൊബൈൽ ഫോണൊക്കെ വയ്ക്കാൻ വേണ്ടി ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് സ്ക്രീന് ഫിറ്റ് ചെയ്ത ഒരു പെർഫ്യൂമാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഉള്ളത് എന്താണ്, ഈ ഒരു സ്ക്രീൻ 9 ഇഞ്ചിൻ്റെ സ്ക്രീൻ. ഈ ഒരു സ്ക്രീൻ എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള സ്ക്രീനാണ്. ഇതിലാകെ പ്രധാനമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് റിവേഴ്സ് ക്യാമറയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. തരക്കേടില്ലാത്തൊരു റിവേഴ്സ് ക്യാമറയാണ് കേട്ടോ. ഈ ഒരു വിലയ്ക്ക് കിട്ടാവുന്നതിൻ്റെ മാക്സിമം എന്ന് തന്നെയാണ് പറയേണ്ടത്. പിന്നെ അതിലുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് നമുക്ക് ഹോമിൽ പോയി നോക്കാം. നല്ല രസമുള്ളൊരു ഇൻ്റർഫേസ് ഒക്കെയാണ് കേട്ടോ, കണ്ടല്ലോ. അപ്പം ആപ്പുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബ്ലൂടൂത്ത്, കാർ ലിങ്ക്, റേഡിയോ, അത്തരം കാര്യങ്ങളല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള വലിയ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കുക. തരക്കേടില്ലാത്തൊരു മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ടെന്ന് പറയുള്ളൂ, അല്ല വലിയ സംഭവമൊന്നുമില്ല. എന്തായാലും നാവിഗേഷനും അത് വന്നിട്ടുണ്ട്. നാവിഗേഷൻ പക്ഷേ അത് കണക്റ്റഡ് അല്ല, ഉണ്ട് കാർ ലിങ്ക് കണക്റ്റഡ് ആണ്, അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെറിയ രീതിയിലൊക്കെ പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. മോശമല്ലാത്ത റെസൊല്യൂഷനുള്ള സ്ക്രീനാണ്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്ക്രീനാണ് എന്നാണ് പറയേണ്ടത്. പിന്നെ താഴേക്ക് വരുമ്പോൾ AC-യുടെ കൺട്രോളുകൾ അതുമൊക്കെ നിലവാരമുള്ള സ്വിച്ചുകൾ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, അത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ AC ഈക്കോ എന്ന് എഴുതിയൊരു മോഡുണ്ട്, അതായത് കുറച്ച് എക്കണോമിക്കലായിട്ട് AC ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു മോഡാണ്. അതിലേക്ക് മാറ്റിയിടുകയാണെങ്കിൽ പിന്നെ ആധുനികമായ ഒരു വാഹനമായിട്ട് ഇത് മാറിക്കഴിഞ്ഞു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന രീതിയിൽ ഇവിടെ ഒരു C ടൈപ്പ് ചാർജർ വന്നിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്, അതിപ്പോൾ വന്നിട്ടുണ്ട്. അതുകൂടാതെ ഇതല്ലേ A ടൈപ്പ് എന്നല്ല ഇതിന് വിളിക്കുന്നത്, A ടൈപ്പ്. ഇവിടെ 12 വോൾട്ടിൻ്റെ ചാർജർ വന്നിട്ടുണ്ട്. ഇവിടെ മൊബൈലൊക്കെ സൂക്ഷിക്കാവുന്ന സ്ഥലത്താണ് ഈ ഒരു സൺഗ്ലാസ് ഇരിക്കുന്നത്. പിന്നെ മഹീന്ദ്രയുടെ വാഹനങ്ങൾ നിങ്ങൾക്ക് പണ്ട് തൊട്ട് ഇതിങ്ങനെ വരച്ചുകൊണ്ടിരിക്കും. പണ്ട് തൊട്ട് ഈ ഒരു പാർക്കിൻസൺസ് ഡിസീസുള്ള ഒരു ഗിയർ ലിവറാണ് മഹീന്ദ്രയുടെ വാഹനങ്ങളുടെ. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിടിച്ച് നിർത്തിയില്ലെങ്കിൽ അദ്ദേഹം വരച്ചുകൊണ്ടിരിക്കും. അത് പക്ഷേ അങ്ങനെ വരച്ചില്ല നമുക്കൊരു ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. മഹീന്ദ്രയുടെ ഒരു ജീപ്പ്, പണ്ടത്തെ ജീപ്പോട്ട് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും. അത് ഇതിൻ്റെ ഒരു ക്യാരക്ടറാണ്. അത് ഇതിലും വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വരച്ചോട്ടോ. പിന്നെ ഇവിടെയാണ് ഈ ഒരു വിൻഡോയുടെയൊക്കെ സ്വിച്ചുകളൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ചെറിയ സാധനങ്ങൾ സൂക്ഷിക്കാൻ സ്ഥലം, കപ്പ് ഹോൾഡർ, അത്തരം കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും സ്ക്രീനും ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ്. എല്ലാ കപ്പ് ഹോൾഡേഴ്സിലൊക്കെ എല്ലാ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, എല്ലാം പക്കയായിട്ട്. പിന്നെ എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, അത് ഞാൻ ഇതിൻ്റെ വാക്ക് അറൗണ്ട് വീഡിയോയിൽ ഇവിടെ പറഞ്ഞിരുന്നു, ഈ സീറ്റ് N11 ലെതർ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. കുത്തുകുത്ത് കണ്ട് നിങ്ങൾ ഇത് വെന്റിലേറ്ററൊന്നും തെറ്റിദ്ധരിക്കരുത്, അത്തരം പരിപാടിയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ വളരെ കംഫർട്ടബിൾ എന്ന് മാത്രമല്ല, ഇവിടെ ഇങ്ങനെ ഈ ഒരു ആംബ്രസ്റ്റ് കൈയും വെച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എത്ര ദൂരം വേണമെങ്കിൽ ഓടിച്ചു പോകാൻ പറ്റും നമുക്ക് തോന്നുന്ന രീതിയിലുള്ള സീറ്റുകളാണ്. അതിൻ്റെ ആ ഒരു കുഷനിങ് ആയാലും ഈ ബോൾസ്റ്റേഴ്സ് എല്ലാം പക്കയാണ്. കാണാനും നല്ല ഭംഗിയുള്ള സീറ്റാണ്. ഈ ഒരു നിറത്തിൻ്റെ ഒരു തുടർച്ച പോലെ തോന്നുകയും ചെയ്യും. അപ്പോൾ അതെല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ സ്പേസ് ബൊലേറോയുടെയും നിയോയുടെയും കാര്യത്തിൽ എടുത്തു പറയേണ്ട കാര്യമില്ല, ഇഷ്ടംപോലെ സ്പേസ് അത് കൊടുത്തിട്ടുണ്ട്. ഡോർ പാഡാണെങ്കിൽ ഫുൾ ആ ഒരു ബീജ് കൊടുത്ത് അതിൻ്റെ നടുവിലൊരു ചെറിയ ആഷ് നിറമുള്ള ഒരു ഹാൻഡിൽ ബാർ മാത്രമുള്ളൂ, നല്ല ഭംഗിയുണ്ട്. ഒരു കപ്പ് ഹോൾഡറും അതിൽ കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്കുള്ള കപ്പ് ഹോൾഡറല്ല, ഒരു ബോട്ടിൽ ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ അതിൽ പറയാനുള്ളൂ. പിന്നെ ഹെഡ് സ്പേസ് പോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എത്ര ഉയരമുള്ള ആൾക്കാർക്ക് സുഖമായിട്ടിരിക്കാൻ സാധിക്കും, അത്തരം യാതൊരു ഇഷ്യൂസും ഇല്ല. സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത് ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങളുടെ കാര്യത്തിൽ മഹീന്ദ്ര എപ്പോഴും ചെയ്യുന്നത് അല്പം ഉയർത്തി വയ്ക്കുക എന്നുള്ളതാണ്. അത് ആദ്യം കാണുമ്പോൾ നമുക്കൊരു ഇത്തിരി ഓക്കോർഡായിട്ട് തോന്നുമെങ്കിൽ ഇരുന്ന് ഓടിച്ചു തുടങ്ങുമ്പോൾ ഏറ്റവും ഗംഭീരമായ ഒരു പൊസിഷനായിട്ടാണ് അനുഭവപ്പെടുക. അത് ഇതിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ. പക്ഷേ സ്റ്റിയറിംഗ് വീൽ നമ്മൾ മഹീന്ദ്രയുടെ മറ്റ് പല വാഹനങ്ങളും കണ്ടിട്ടുള്ളത് തന്നെയാണ്. അതിൽ ട്വിൻ പീക്ക് ലോഗോ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റിയറിംഗ് വീലിൽ ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത് വോളിയം കൺട്രോളിനൊക്കെ ആണെങ്കിൽ ഇവിടെ ക്രൂയിസ് കൺട്രോൾ സ്വിച്ചൊക്കെയാണ് കാണുന്നത്. ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു ഫിനിഷ് കൂടെ വന്നിട്ടുണ്ട്. ഈ ഒരു അലൂമിനിയം ഫിനിഷും കൂടെ ഈ സ്റ്റിയറിംഗ് വീൽ വന്നിട്ടുണ്ട്. വളരെ വലിയ സ്റ്റിയറിംഗ് വീലാണ്. ഇതിൽ റെഡ് സ്റ്റിച്ചിങ്ങും കൊടുത്തിട്ടുണ്ട്, അത് രസമായിട്ടുണ്ട്. പിന്നെ വളരെ ബേസിക് ആയിട്ടുള്ളൊരു മീറ്റർ കൺസോളാണ്. അതിൽ ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് കണ്ടോ 15.2 കാണിക്കുന്നുണ്ട്. മോശമല്ല, ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനത്തെ സംബന്ധിച്ച് ഒട്ടും മോശമല്ല. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പം ഇന്നോവ ക്രിസ്റ്റയ്ക്ക് പോലും ആ ഒരു മൈലേജ് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അത്തരം കാര്യങ്ങളിലും ഒരു ഫ്യൂവൽ എഫിഷ്യൻ്റാണ് വാഹനം എന്നാണ് മനസ്സിലാക്കി തരുന്നത്. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയാണ് സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റബിൾ. അതിൻ്റെ ഫോൾഡിങ് കൊടുത്തിട്ടില്ല, അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മാത്രമേ ഉള്ളൂ. ഇത് ഇക്കോ എന്ന് പറയുന്നൊരു മോഡാണ്. ആ മോഡിലേക്ക് നമുക്ക് മാറ്റിയിടാം. അതിനുള്ള സ്വിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നു. ബാക്കി എല്ലാം വളരെ പക്ക എന്നാണ് പറയുന്നത്. എന്തായാലും വളരെ ഗംഭീരമായൊരു വിസിബിലിറ്റി ഉണ്ട് ഈ വാഹനത്തിനുള്ള കാര്യത്തിൽ, സംശയമില്ല. സീറ്റിൻ്റെ ഹൈറ്റും സ്റ്റിയറിംഗ് വീലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും എല്ലാം കൂടി ചെയ്ത് കഴിയുമ്പോൾ സുഖമുള്ള ഒരു സീറ്റിംഗ് പൊസിഷൻ കിട്ടുമെന്നുള്ളത് സംശയമില്ല. പിൻഭാഗത്തിരിക്കുമ്പോഴും നമ്മൾ അത്ഭുതപ്പെടുന്ന കാര്യം ഇതിന് 10 ലക്ഷം രൂപ വിലയുള്ളൂ എന്നുള്ള കാര്യമാണ്. അതൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഈ വിലയ്ക്ക് ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനം കിട്ടാനില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. തൈ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റമാണ്. പിൻഭാഗത്തെ സീറ്റിന് തൈ സപ്പോർട്ട് കിടലിനായിട്ടുണ്ട്. ഞാൻ പറയില്ല, ഇത്തവണത്തെ ഈ ഒരു മാറ്റത്തിൽ എനിക്ക് ഏറ്റവും
ഇഷ്ടപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് സീറ്റിൽ വന്നിരിക്കുന്ന മാറ്റമാണ്. സീറ്റിൻ്റെ കംഫർട്ട് ലെവൽ എന്ന് വെച്ചാൽ അങ്ങേയറ്റമായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ വിൻഡോ ലൈനൊക്കെ താഴ്ന്നാണ്, സുഖമായിട്ട് കൈയൊക്കെ വെച്ച് കാഴ്ചയൊക്കെ കണ്ടുപോകാം. വളരെ വിശാലമായ ഗ്ലാസ് ഏരിയ. ആംറസ്റ്റ് ഉണ്ട്. ആംറസ്റ്റിൽ കപ്പ് ഹോൾഡർ ഒന്നും കൊടുത്തിട്ടില്ല. 2 കുഴിയിടുന്ന പരിപാടി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ചെയ്യാമായിരുന്നില്ലേ എന്ന് നമുക്ക് ചോദിച്ചു പോകും. പിന്നെ പിൻഭാഗത്തേക്ക് യാതൊരു തരത്തിലുള്ള ചാർജിങ് പോയിൻറ്റുകളും ഇല്ല എന്നുള്ളത് നമ്മൾ ഒരു ദുഃഖിപ്പിക്കുന്ന കാര്യമാണ്. കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇഷ്ടംപോലെ ഫോണുകളൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്, അതാകാമായിരുന്നു. ഇവിടെ ഒരു 12 വോട്ടിൻ്റെ ചാർജറിൻ്റെ സുന ഇട്ടിട്ടുണ്ട്. അതായത് അതിനൊരു പൊസിഷനുണ്ട്, പക്ഷേ ആ സാധനം ഇല്ല എന്ന് മാത്രമല്ല സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. ഒട്ടും ഉയരമില്ലാത്ത സെൻട്രൽ ടണലായതുകൊണ്ട് തന്നെ 3 പേർക്ക് സുഖസുന്ദരമായിട്ട് ഇരിക്കാൻ പറ്റും. വളരെ വിശാലമായ ലെഗ് സ്പേസ് കിട്ടും. ഹെഡ് സ്പേസ് അല്ലെങ്കിൽ തന്നെ മോശമല്ല. പിന്നെ ഈ സൺറൂഫ് പോലുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര ശല്യങ്ങളൊന്നുമില്ല എന്നും കൂടി എടുത്തു പറയണം. ഡോർ പാഡിലേക്ക് വരുമ്പോൾ അവിടെയും ഒരു ബോട്ടിൽ വെക്കാൻ സാധിക്കും. നല്ലൊരു ആംറസ്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. പിൻഭാഗത്ത് സീൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, അത് ഇരുന്ന് കാണിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ആലോചിച്ച് അറിയാവുന്ന കാര്യമുള്ളൂ. പിന്നെ എല്ലാവരും ബൊലേറോകൾ ഇഷ്ടംപോലെ സഞ്ചരിച്ചിട്ടുള്ളതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും സാധാരണഗതിയിൽ ഒരു 10 ലക്ഷം രൂപയുടെ വാഹനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു അല്പം നിലവാരം കുറഞ്ഞൊരു വാഹനമാണെങ്കിൽ അങ്ങനെ ചിന്തിക്കുക വേണ്ട. നല്ല നിലവാരമുള്ള വാഹനമാണ്. തന്നെ ഇപ്പം ഏറ്റവും പുതിയ ബൊലേറോ വന്നപ്പോഴും അതെ, പഴയ പ്ലാസ്റ്റിക് പാർട്ടുകളൊക്കെ മാറ്റം വന്നു. അപ്പം ഈ മഹീന്ദ്രയിലൊക്കെ വന്നിരിക്കുന്ന വലിയ ചേഞ്ചസിൻ്റെ ഒരു ഭാഗമായിട്ട് ഇതിനെ കണ്ടാൽ മതി. വില കുറഞ്ഞ വാഹനങ്ങൾക്ക് വളരെ മോശം ഫീച്ചേഴ്സും വളരെ മോശം നിർമ്മാണ നിലവാരവും എന്നുള്ള പഴയ കോൺസെപ്റ്റൊക്കെ വിട്ടിട്ട് 10 ലക്ഷം രൂപയ്ക്ക് വിറ്റാലും മോശമല്ല എന്ന ആൾക്കാർ പറയുന്ന രീതിയിൽ വാഹനം നിർമ്മിക്കാൻ ടാറ്റയും മഹീന്ദ്രയും ഒക്കെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന മറ്റൊരു മാറ്റം, എഞ്ചിനിൽ മാറ്റമില്ലെങ്കിൽ സസ്പെൻഷന് വീണ്ടും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് നമുക്കിനി ഒന്ന് ഓടിച്ചു നോക്കാം. മഹീന്ദ്ര ബൊലേറോ നിയോയും ഒക്കെ ഓടിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുക അതിൻ്റെ സീറ്റിംഗ് പൊസിഷനാണ്. സീറ്റിംഗ് പൊസിഷനും അതുപോലെ തന്നെയാണ് സ്റ്റിയറിങ്ങിൻ്റെ പൊസിഷനും. സീറ്റിംഗ് പൊസിഷൻ എന്ന് വെച്ചാൽ നമുക്കത് മാനുവലി ഹൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്താം. നല്ല വിസിബിലിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് നല്ലൊരു സേഫ്റ്റി ഫീൽ തീർച്ചയായിട്ടും മഹീന്ദ്രയുടെ SUVകളൊക്കെ തരുന്നുണ്ട്. SUV MPV കാറ്റഗറിപ്പെടുന്ന എല്ലാ വാഹനങ്ങളും തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൊള്ളാം, നമുക്കൊരു സേഫായിട്ട് എവിടെയും എത്താൻ പറ്റുമെന്ന് തോന്നുന്ന ഒരു വാഹനമാണിത്. പിന്നെ അത്യാവശ്യം ഓഫ് റോഡൊക്കെ ചെയ്യാൻ പറ്റും, കാരണം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. പിന്നെ എൻജിൻ, ഞാൻ കഴിഞ്ഞ മഹീന്ദ്ര ബൊലേറോയുടെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ വളരെ റിഫൈൻഡാണ് ഇപ്പം ഈ മഹീന്ദ്രയുടെ ഡീസൽ എഞ്ചിനുകൾ. ഇപ്പോൾ തന്നെ കണ്ടില്ല, നമ്മളിത് ഇപ്പം 4th ഗിയർ പോവാണ്. 4th ഗിയറിലൊക്കെ എത്ര സ്മൂത്തായിട്ടാണ്, ഒരു സൗണ്ടും ഇല്ല. ആ പഴയ ഹൗളിങ് സൗണ്ടൊന്നും ഇപ്പോൾ ഇല്ലാതായിപ്പോയി. ഇപ്പോൾ ടൊയോട്ട ഇന്നോവയുടെ കാര്യത്തിൽ അത് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പുതിയ ക്രിസ്റ്റ വന്നപ്പോൾ ടൊയോട്ടയ്ക്കും ഇല്ല ഇപ്പോൾ ആ ഒരു തുടക്കത്തിൽ എന്ന് പറഞ്ഞ് എടുത്ത് പോകുന്ന ആ സൗണ്ടൊന്നും ഇല്ലാതെ വളരെ സ്മൂത്തായി. അപ്പോൾ അങ്ങനെ എല്ലാ തരം റിഫൈൻഡാണ്. ഇപ്പോൾ ഇതിനകത്ത് റിഫൈൻഡ് അല്ലാത്ത 1-2 കാര്യങ്ങൾ എനിക്ക് തോന്നി. ഒന്ന്, ഈ ഒരു സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ മഹീന്ദ്രയുടെ SUVകൾക്ക് ഒരു അല്പം ഹെവിനെസ് ഉണ്ട്. ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് വീലാണ്, അതുകൊണ്ടായിരിക്കാം ആ ഒരു ഹെവിനെസ് ഉണ്ട്. അത് പക്ഷേ വാഹനത്തിൻ്റെ മറ്റ് ക്യാരക്ടേഴ്സുമായിട്ട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയായിരിക്കാം ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് വീൽ കൊടുത്തിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ ഗിയർ ഷിഫ്റ്റ് കുറച്ചുകൂടെ സ്മൂത്താക്കാമായിരുന്നു. കുറേ സ്മൂത്തായിട്ടുണ്ട് കേട്ടോ, സംശയമില്ല. എങ്കിൽ പോലും കുറച്ചുകൂടെ സ്മൂത്താക്കാമായിരുന്നു എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ ആണ് ഗിയർ ഷിഫ്റ്റിൻ്റെ കാര്യം. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗിയർ ഷിഫ്റ്റ് അങ്ങനെ ഭയങ്കര ഹാർഡാണെന്നല്ല, എങ്കിൽ പോലും ഇപ്പോഴത്തെ ഏറ്റവും ആധുനികമായ വാഹനങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ഗിയർ ഷിഫ്റ്റ് നമുക്ക് ഒന്ന് സ്മൂത്താക്കാമായിരുന്നു എന്ന് തോന്നുന്നു, അതേ ഉള്ളൂ. അതുപോലെ ഞാനീ പറഞ്ഞ പോലെ പാർക്കിൻസൺസ് വന്ന പോലുള്ള ഈ വേറ അതും അവസാനിപ്പിക്കേണ്ട കാലമായി. അത്തരം കാര്യങ്ങളിലൊക്കെ അടുത്ത ഒരു കാലഘട്ടത്തിൽ വലിയ റിഫൈൻമെൻറ്റ് സംഭവിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും സാധാരണക്കാരന് യാതൊരു തലവേദനയും ഇല്ലാതെ ഓടിച്ചു നടക്കാൻ പറ്റുന്നൊരു വാഹനം. അതുപോലെ ഈ മെയിൻ്റനൻസ് കോസ്റ്റ്, സ്പെയർ പാർട്സ് കോസ്റ്റ് അതെല്ലാം വളരെ കുറവായിരിക്കും. വലിയ തലവേദനയൊന്നും ഇല്ലാതെ പോകാം. തലവേദന വന്നാൽ തന്നെ ഇത്രയ്ക്കിത്ര ഉള്ളൂ എന്ന് കോട്ടയത്ത് പറയുന്ന പോലെ പറയാം. ഇത്രയ്ക്ക് വരാനുള്ളൂ എന്ന് പറയാവുന്ന ഒരു അവസ്ഥയാണ് ഈ വാഹനത്തിൻ്റെ കാര്യത്തിലുള്ളത്. എന്തായാലും പഴയ ഒരു രീതിയിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യാസം വന്നിരിക്കുകയാണ്. റിഫൈൻമെൻറ്റിൻ്റെ കാര്യത്തിലും ഇൻറ്റീരിയറിൻ്റെ കംഫർട്ടിൻ്റെ കാര്യത്തിലും ഇൻറ്റീരിയർ പ്ലാസ്റ്റിക് ഹോൾഡിൻ്റെ കാര്യത്തിലും എല്ലാം കാര്യമായ മാറ്റമാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ബൊലേറോ നിയോയിൽ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും എഞ്ചിൻ്റെ കാര്യത്തിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ആ ഒരു പഴയ 1.5 ലിറ്റർ എംഹോക്ക് ഡീസൽ എഞ്ചിൻ തന്നെയാണ്. ഇതിൽ മൈക്രോ ഹൈബ്രിഡ് ടെക്നോളജി കൂടിയുണ്ട്. അതായത് ഐഡിയലായിരിക്കുമ്പോഴത്തേക്കും വാഹനം സ്റ്റോപ്പ് ആവുകയും പിന്നെ നമ്മൾ ക്ലച്ചോ ആക്സിലേറ്ററോ എന്ത് ചെയ്യോട്ടെങ്കിലും സ്റ്റാർട്ടാകുകയും ചെയ്യുന്ന സംവിധാനമുണ്ട്. അത് വേണമെങ്കിൽ ഓഫ് ചെയ്യാൻ വേണ്ടി ESS എന്ന് എഴുതിയൊരു സ്വിച്ച് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുമുണ്ട്.
ഈ എഞ്ചിൻ്റെ പവർ 100 BSP ആണ്. 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ ഉള്ളൂ. ഏതാണ്ട് 1500 RPM തൊട്ട് 4000 RPM വരെ പവറിൻ്റെ ഒരു ബാൻഡ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഗിയർ ഷിഫ്റ്റൊക്കെ കുറച്ച് ലോങ് ആണ്, ലോങ് ത്രോ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ കുറച്ച് ലോങ് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റാണ് കിട്ടുന്നത്. ഇതൊക്കെ നമ്മളെപ്പോഴും ഒരു സെഡാനെയോ അല്ലെങ്കിൽ ഒരു ഹാഷ് ബാക്കിനെയോ ഒരു മാനുവൽ ഗിയർ ബോക്സുള്ള സെഡാനെയോ ഹാഷ് ബാക്കിനെയോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്കിതൊക്കെ ഹെവി ആയിട്ട് തോന്നുന്നത്. പക്ഷേ ഇത് ഒരു MPV ആണ്, ഇതിൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി ഓടിച്ച് ചെയ്യുന്നൊരു ഹെവിനെസ് നമുക്ക് അനുഭവപ്പെടുകയില്ല എന്നുള്ളത് സത്യമാണ്. എന്തായാലും ഒരു 3 സിലിണ്ടർ എഞ്ചിൻ്റേതായ തുടക്കത്തിലുള്ള ശബ്ദമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പിന്നീട് ഗിയർ ഷിഫ്റ്റുകളിലൂടെ വളരെ റിഫൈൻഡ് ആയിട്ട് മാറുന്നുണ്ട്. എന്തായാലും ഏറ്റവും പുതിയ സ്കോർപിയോ പോലെയുള്ള ആധുനികമായ വാഹനങ്ങളുടെ അതേ പ്ലാറ്റ്ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ ഒരു കൺട്രോളും ഒക്കെ നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. ഇനിയാണ് സസ്പെൻഷൻ കാര്യം പറയേണ്ടത്. സസ്പെൻഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയൊരു വലിയ മാറ്റം എന്ന് പറയുന്നത്. ഇതിൽ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ ആയിരുന്നെങ്കിലും ഇപ്പോൾ അതിൽ പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് റൈഡ് ഫ്ലോ എന്ന് പറയുന്ന ഒരു സസ്പെൻഷൻ ടെക്നോളജി കൂടി ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് വളരെ സുപ്പീരിയർ കംഫോർട്ടും സ്റ്റെബിലിറ്റിയും, അതാണ് കമ്പനി പറയുന്നത്. അത് റഫ് ടെറൈൻസിൽ കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന രീതിയിൽ കംഫോർട്ട്, മോശം വഴിയിൽ കൂടുതൽ കംഫോർട്ട് എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് നമ്മുടെ മഹീന്ദ്ര പാർട്ടി ഇത്തവണ രംഗത്ത് എത്തിയിരിക്കുന്നത്. അതിനായിട്ട് ഫ്രീക്വൻസി ഡിപ്പെൻഡൻറ്റ് ഡാമ്പേഴ്സ്, FDD എന്നാണ് കമ്പനി വിളിക്കുന്നത്, അതും അതിൻ്റെ കൂടെ തന്നെ മൾട്ടി വാൽവ് കണ്ടിന്യൂസ് ലോസ് എന്ന് പറയുന്നത് MTVCL എന്ന് പറയുന്ന ഒരു ടെക്നോളജി രണ്ടും കൂടെ ചേരുമ്പോഴേക്കും വളരെ സ്മൂത്തായിട്ടുള്ള ഹാൻഡ്ലിങ്ങും കൺട്രോളും കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എന്തായാലും സസ്പെൻഷനിൽ വന്നിരിക്കുന്ന മാറ്റം തീർച്ചയായിട്ടും അറിയാനുണ്ട്. മുമ്പൊക്കെ നമ്മൾ മഹീന്ദ്രയുടെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കാം, നമ്മൾ നല്ല സ്പീഡിൽ പോയിട്ട് സ്റ്റിയറിംഗ് ഫുൾ ഒന്ന് വട്ടം ഓടിക്കുകയാണെങ്കിൽ നമ്മളുടെ കൺട്രോൾ പോകുന്നൊരവസ്ഥയൊക്കെ ഉണ്ടായത്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു പുതിയ സസ്പെൻഷൻ ടെക്നോളജി വന്നപ്പോഴത്തേക്കും സ്റ്റെബിലിറ്റി തീർച്ചയായിട്ടും വർദ്ധിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും വളരെ ആവശ്യമുള്ളൊരു കാര്യവുമായിരുന്നു. പിന്നെ സേഫ്റ്റിയിലേക്ക് പോകണമെങ്കിൽ 2024 അതായത് ഇതിന് തൊട്ട് മുൻ തലമുറയിലെ മഹീന്ദ്ര ബൊലേറോ നിയോയ്ക്ക് എൻ്റെ ഗ്ലോബൽ ക്രാഷസിൽ 1 സ്റ്റാറേ കിട്ടിയുള്ളൂ കേട്ടോ. പക്ഷേ ഇത്തവണ എന്താവും അറിഞ്ഞുകൂടെ. എന്നാലും വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനുള്ള സാധ്യതയുള്ളൂ. 2 എയർ ബാഗ്, ABS, EBD അത്തരം കാര്യങ്ങൾ, അതിൻ്റെ അപ്പുറത്തേക്കുള്ള സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഒന്നും, സേഫ്റ്റി കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും ഇതിൻ്റെ മൊത്തത്തിലുള്ള ഈ ഒരു ഷെൽ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഒരു സേഫ്റ്റിയുടെ ഒരു അടിസ്ഥാന ഘടകമായിട്ട് പറയുന്നത്. അല്ലാതെ എയർ ബാഗുകൾ വളരെ കൂടുതൽ അങ്ങനെ ഒന്നുമില്ല. എന്തായാലും പൊതുവേ അങ്ങനെ വലിയൊരു അപകടത്തിൽപ്പെട്ട് ആൾക്കാർ മരിക്കുന്നതൊന്നും ഇതിലൊന്നും കാണാറില്ല. ബൊലേറോയിലും നിയോയിലും ഒന്നും അത്യാവശ്യം വേണ്ട ഒരു ബോഡി സ്ട്രെങ്ത് ഉണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പുതിയ ബൊലേറോ നിയോയുടെ വിശേഷങ്ങൾ. അപ്പോൾ എന്താണ്, നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ ഏറ്റവും പുതിയ മഹീന്ദ്ര ബൊലേറോ നിയോയുടെ വില നമ്മൾ വാക്ക് അറൗണ്ട് വീഡിയോ ചെയ്ത സമയത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് വന്നു. 8.5 ലക്ഷം തൊട്ട് 10 ലക്ഷം രൂപ വരെയാണ് ഈ വാഹനത്തിൻ്റെ എക്സ്ഷോറൂം വില. അതായത് 5 വേരിയൻസിലെ ടോപ്പ് എൻഡ് വേരിയൻറ്റിൻ്റെ വില എന്ന് പറയുന്നത് 9.99 ലക്ഷം രൂപ. അതാണ് നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു N11 എന്ന് പറയുന്ന ഏറ്റവും പുതിയ വേരിയൻറ്റ്. എന്തായാലും വീണ്ടും പറയുകയാണ്, 10 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒന്നും കിട്ടാനില്ല. ഇപ്പോൾ ഇന്ത്യൻ വാഹന വിപണി നോക്കുകയാണെങ്കിൽ ഇത്രയും 7 പേർക്ക് കയറാവുന്ന അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സുമുള്ള ഗംഭീരമായ ഇൻറ്റീരിയർ, നല്ല ഗംഭീരമായ സീറ്റിംഗ് പൊസിഷനും നല്ല സീറ്റുകളും ഒക്കെയുള്ള ഒരു വാഹനമാണിത്. തന്നെയല്ല 1.5 എംഹോക്ക് എഞ്ചിൻ, 100 BSP, അതും മോശമല്ല ഈ വാഹനത്തെ സംബന്ധിച്ച്. മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ഡീസൽ എഞ്ചിനുകളെല്ലാം നമ്മൾ ഞെട്ടിക്കുന്ന രീതിയിൽ റിഫൈൻഡ് ആണെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ആകെ ഒരു പ്രശ്നമായിട്ട് പറയുന്നത് ഗിയർ ഷിഫ്റ്റുകളൊന്നും അത്ര അങ്ങനെ ഈസി അല്ല എന്നുള്ള കാര്യമാണ്. അത് മഹീന്ദ്രയുടെ ഒരു പൊതു രീതിയാണ്. മഹീന്ദ്രയുടെ ഇത്തരത്തിലുള്ള വാഹനങ്ങളുടെ പൊതു രീതിയാണ്. അതങ്ങനെ വളരെ എന്താ പറയുക, പഴം പോലെ എന്ന് കോട്ടയംകാർ പറയുന്ന പോലെ ഒന്നും അങ്ങനെ വലിച്ചിടാൻ പറ്റില്ല. എങ്കിൽ പോലും കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു ഓട്ടോമാറ്റിക്കൊക്കെ ഇതിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെ ആലോചിക്കാറ്. എന്തായാലും അതൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും 10 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സുഖസുന്ദരമായി ജീവിക്കാം ഈ ഒരു വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ. കാരണം ഇതിന് മെയിൻ്റനൻസ് കോസ്റ്റ്, സ്പെയർ പാർട്സ് കോസ്റ്റ് എല്ലാം വളരെ കുറവായിരിക്കും എന്നുള്ളൊരു സംശയമില്ല. എന്തായാലും അല്പം വില കുറഞ്ഞ മോഡലുകളിൽ പോലും കാര്യമായ രീതിയിലുള്ള ഫീച്ചേഴ്സ് കൊടുത്ത് മനോഹരമാക്കുന്ന മഹീന്ദ്രയുടെ പുതിയ പ്രവണതയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അത് നമ്മൾ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് വീണ്ടും നിങ്ങൾക്കെല്ലാം ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ എല്ലാവർക്കും നന്ദി. ബൈ.